ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം ജീവനേകിയും കാത്തു അണയാതെ ശീതക്കാറ്റിലും ശരവേഗം പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല ഈ സുന്നി ആദർശവ്യൂഹം തുടരുന്ന പടയോട്ടമൂലം തട്ടാതെ ചീറും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം ഒരു സംഗമിതാ തിങ്കളിതാ കർമ്മമുതിർത്തു കനൽ പദമിൽ ജയബേരിടും സംഗമിതാ ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പുണ്യങ്ങളുടെ പൂക്കാലം റമളാൻ വ്രതാനുഷ്ഠാനത്തിന് കേരളത്തിൽ ഇന്ന് തുടക്കം. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ SYS റമളാൻ ക്യാമ്പയിനിന് തുടക്കമായി. UAE സർക്കാർ അതിഥിയായി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ UAEയിൽ. പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി എയർ ഇന്ത്യ ഡയറക്ടർ ബോർഡ് അംഗത്വം രാജിവെച്ചു. മലബാറിൽ ഹോട്ടൽ റെയ്ഡുകൾ തുടരുന്നു. ഷൊർണൂരിൽ 3ഉം കാസർകോട്ട് 2ഉം ഹോട്ടലുകൾ അടപ്പിച്ചു. തെറ്റുതിരുത്താൻ VSന് അവസരം നൽകിയെന്ന് പിണറായി വിജയൻ. തെറ്റുപറ്റിയത് സംസ്ഥാന ഘടകത്തിനാണെന്ന് VS അച്യുതാനന്ദൻ. ഈ വർഷം 1.25 ലക്ഷം ഹാജിമാർക്ക് ഹജ്ജ് സബ്സിഡി. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഷിനോജുമായി അന്വേഷണ സംഘം ചൊക്ലിയിൽ തെളിവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. പുണ്യങ്ങളുടെ പൂക്കാലം വിശുദ്ധിയുടെ വിശുദ്ധ റമളാൻ വ്രതാനുഷ്ഠാനത്തിന് കേരളത്തിൽ ഇന്ന് തുടക്കമായി. കാപ്പാട് മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റമളാൻ 1 കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലാ സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, തൃശൂർ ഖാദിയുടെ പ്രതിനിധി സയ്യിദ് ഇസ്മായിൽ ബുഖാരി എന്നിവർ അറിയിച്ചത്. ആത്മസംസ്കരണത്തിന്റെ അനുഭൂതിദായകമായ അനുഭവങ്ങളാൽ ധന്യമാവാൻ നാഥൻ അനുഗ്രഹിച്ച വിശുദ്ധ റമളാൻ സമ്പൂർണമായ ആത്മവിശുദ്ധി നേടാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് ഖാദിമാർ ആഹ്വാനം ചെയ്തു. അതേസമയം പ്രവാസ ലോകത്ത് വിശുദ്ധ റമളാൻ വിരുന്നിനെത്തിയത് വെള്ളിയാഴ്ചയായ ഇന്നലെയാണ്. വ്രതത്തിലൂടെ ശരീരവും മനസ്സും സ്ഫുടം ചെയ്തെടുത്ത് ദൈവപ്രീതി സമ്പാദിക്കാനുള്ള തിടുക്കത്തിലാണ് മുസ്ലിം ലോകം. റമളാനിലെ ആദ്യ ജുമുഅക്ക് എത്തിയ വിശ്വാസികളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. പുണ്യദിനങ്ങളുടെ തുടക്കവും വെള്ളിയാഴ്ചയും ഒരുമിച്ചെത്തിയതിന്റെ ആത്മഹർഷത്തിലാണ് പ്രവാസി വിശ്വാസി സമൂഹം വിശുദ്ധമാസത്തിന്റെ ആദ്യ ദിനത്തെ വരവേറ്റത്. മരുഭൂമിയിലെ കത്തുന്ന ചൂടിനെ വ്രതശുദ്ധിയുടെ കുളിരുകൊണ്ട് നേരിട്ട് റമളാനിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്നലെ വിശ്വാസികൾ പള്ളികളെ ഭക്തിസാന്ദ്രമാക്കി. ഉള്ളവനും ഇല്ലാത്തവനും സമാന മനസ്കരായി വിശപ്പിന്റെ വിലയറിയുന്ന നാളുകൾ. വിശ്വാസികൾ ഉള്ളതിന്റെ പങ്ക് നൽകി ഇല്ലാത്തവരുടെ ആദിയകറ്റുന്ന മാസം കൂടിയാണിത്. ഖുർആനിന്റെ അവതരണം കൊണ്ട് പവിത്രമാക്കപ്പെട്ട റമളാനിൽ വിശുദ്ധ ഗ്രന്ഥവുമായി കൂടുതൽ അടുക്കണമെന്ന് ഖുത്ബയിൽ ഇമാമുകൾ ഓർമ്മിപ്പിച്ചു. 11 മാസത്തെ ജീവിതത്തിനിടയിൽ അറിയാതെ വന്നുചേർന്ന പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് പുതിയ ജീവിതത്തിന് തുടക്കമിടാൻ പറ്റിയ അവസരമാണിത്. ഭക്തിയുടെയും സന്മാർഗത്തിന്റെയും സാക്ഷാത്കാരത്തിനായി ഇത് ഉപയോഗപ്പെടുത്തണം. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റിനായി കാതോർത്തിരിക്കാനും ഇമാമുമാർ ആഹ്വാനം ചെയ്തപ്പോൾ നിസ്കാരശേഷവും വിശ്വാസികൾ പള്ളികളിൽ തന്നെ കഴിച്ചുകൂട്ടി. സർവശക്തന്റെ അനുഗ്രഹവും പാപമോചനവും അതുവഴി സ്വർഗപ്രവേശനവും ലക്ഷ്യമിട്ട് എത്തിയ ജനങ്ങളുടെ നിര പള്ളിയും വരാന്തയും പിന്നീട് റോഡുകളിലേക്കും നീണ്ടു നിന്നു. UAE സർക്കാരിന്റെ അതിഥിയായി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ UAEയിലെത്തി. വിശുദ്ധ റമളാനിൽ UAEയിൽ പ്രഭാഷണം നടത്തുന്നതിന് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ അതിഥിയായിട്ടാണ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി UAEയിലെത്തിയത്.
ഔക്കാഫ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ പ്രഭാഷണം നടത്തും. ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന റമളാൻ പ്രഭാഷണത്തിന് ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതരാണ് ക്ഷണിക്കപ്പെടാറുള്ളത്. എയർ ഇന്ത്യ ഡയറക്ടർ ബോർഡിൽ നിന്നും പ്രമുഖ പ്രവാസി വ്യവസായി MA യൂസുഫ് അലി രാജിവെച്ചു. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനി ഡയറക്ടർ ബോർഡിലെ സ്വതന്ത്ര അംഗത്വമാണ് അദ്ദേഹം ഒഴിഞ്ഞത്. ഇത് സംബന്ധിച്ച് യൂസുഫ് അലിയുടെയോ എയർ ഇന്ത്യയുടെയോ ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. എയർ ഇന്ത്യ പ്രവാസികളോട് കാണിക്കുന്ന തുടർച്ചയായ അവഗണനയും ഗൾഫ് മേഖലയിലെ സർവീസുകൾ റദ്ദാക്കലും കാരണം പ്രവാസികളിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ഇക്കാര്യം പലതവണ ഡയറക്ടർ ബോർഡ് യോഗങ്ങളിൽ യൂസുഫ് അലി ഉന്നയിച്ചെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമങ്ങളുണ്ടായിട്ടില്ല. മാത്രമല്ല, പൈലറ്റ് സമരത്തോടെ ലക്ഷക്കണക്കിന് പേരുടെ യാത്ര മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജി നൽകിയതെന്നാണ് അറിയുന്നത്. 2010 മെയ് 7-നാണ് യൂസുഫ് അലി ഡയറക്ടർ ബോർഡിലെ സ്വതന്ത്ര അംഗമായത്. 3 വർഷമാണ് കാലാവധി. എന്നാൽ 2 വർഷം തികയുമ്പോഴാണ് രാജി. മലബാറിലെ ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടർച്ചയായി 3-ാം ദിവസവും നടന്നു. ഷൊർണൂരിൽ 3-ഉം കാസർകോട് 2-ഉം ഹോട്ടലുകൾ അടപ്പിച്ചു. തലശ്ശേരി കൊളശ്ശേരിയിലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ മുട്ടക്കറിയിൽ നിന്ന് കണ്ടെത്തിയത് ചത്ത പല്ലി. ഭക്ഷണം വാങ്ങിയ സമീപത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പരാതി പറഞ്ഞപ്പോൾ ഹോട്ടലുടമ തട്ടിക്കയറി. വിവരമറിഞ്ഞ് എത്തിയ ആരോഗ്യവകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തി. മുമ്പും ഈ ഹോട്ടലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പരാതി നൽകിയപ്പോഴൊന്നും നടപടിയെടുത്തിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള 3 ഹോട്ടലുകളാണ് അടപ്പിച്ചത്. പാചകപ്പുര മലിനമായിരുന്നു. ഭക്ഷണമാണെങ്കിൽ കാലപ്പഴക്കം ചെന്നതും. ഈ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ എണ്ണയും കാലാവധി കഴിഞ്ഞ ശീതള പാനീയങ്ങളും ഐസ്ക്രീമുകളും അധികൃതർ കണ്ടെത്തി. ഒരു ഹോട്ടലിലെ സ്റ്റോർ റൂമിൽ മാലിന്യങ്ങളും കണ്ടെത്തി. കാസർകോട് KSRTC പരിസരത്തുള്ള 2 ഹോട്ടലുകൾ പൂട്ടിച്ചു. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൊന്നാനിയിലും അരീക്കോട്ടും ഷവർമ വിൽക്കുന്ന കടയിൽ പരിശോധന നടത്തി. കോഴിക്കോട്ടും പരിശോധന തുടരുകയാണ്. വയനാട്ടിൽ വൃത്തിയില്ലാതെ ഭക്ഷണം സൂക്ഷിച്ച വിവിധ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ഈ വർഷം 1.25 ലക്ഷം ഹാജിമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഹജ്ജ് സബ്സിഡി ലഭിക്കും. ഹാജിമാർക്ക് വിമാനയാത്രാ ഇനത്തിൽ കുറഞ്ഞ നിരക്ക് നിശ്ചയിക്കുന്നതിന് എയർലൈൻസ് കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിക്കാനും ഇന്നലെ ചേർന്ന വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ധാരണയായി. ഈ വർഷം ഹാജിമാർ വിമാനയാത്രാ കൂലി ഇനത്തിൽ 20,000 രൂപ വരെ നൽകേണ്ടി വരും. മുൻ വർഷത്തിൽ നിന്ന് 4,000 രൂപയോളം അധികമാണിത്. ഹാജിമാർ യാത്ര പുറപ്പെടുന്ന എംബാർക്കേഷൻ പോയിന്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് ഇത്തവണ പാറ്റിനയെ ഒഴിവാക്കാനും തീരുമാനിച്ചു. നേരിട്ട് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണിത്. പകരം ഗയ വിമാനത്താവളത്തെ എംബാർക്കേഷൻ പോയിന്റായി ഉൾപ്പെടുത്തും. ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം സെപ്റ്റംബർ 17-നായിരിക്കും. കഴിഞ്ഞ വർഷം വിമാനയാത്രാ കൂലിയായി ഹാജിമാരിൽ നിന്ന് 16,000 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ഹജ്ജ് സബ്സിഡി തുടരും. ഹജ്ജ് കാര്യങ്ങൾക്കുള്ള നോഡൽ മന്ത്രാലയം വിദേശകാര്യ വകുപ്പാണെങ്കിലും ഹാജിമാരുടെ വിമാനയാത്രാ സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വ്യോമയാന മന്ത്രാലയമാണ്. എംബാർക്കേഷൻ പോയിന്റ്, ഹാജിമാരുടെ എണ്ണം, വിമാനയാത്രാക്കൂലി എന്നിവ ഓരോ വർഷവും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. തെറ്റുതിരുത്താൻ VS അച്യുതാനന്ദന് അവസരം നൽകിയെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. VS ഇത് വേണ്ടവിധം വിനിയോഗിച്ചിട്ടില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. TP വധത്തിൽ പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി. നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പിൽ പോലും VSന്റെ നിലപാട് തിരിച്ചടിയാതായി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം പിണറായിയുടെ ആരോപണങ്ങൾക്ക് VS ശക്തമായ മറുപടിയാണ് നൽകിയത്. തെറ്റുപറ്റിയത് തനിക്കല്ല, സംസ്ഥാന ഘടകത്തിനാണ്. ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് താൻ ചെയ്തത്. വലതു വ്യതിയാനമാണ് കേരളത്തിൽ CPM നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും VS വിശദീകരിച്ചു. മലയാളത്തിൽ പ്രസംഗിച്ച VS MA ബേബി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. മ്യാൻമറിലെ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടരുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തി. പടിഞ്ഞാറൻ മ്യാൻമറിൽ വർഗീയ കലാപത്തിന് ഇപ്പോഴും ശമനം വന്നിട്ടില്ല.
കഴിഞ്ഞ മേയിൽ ആരംഭിച്ച മുസ്ലിം ബുദ്ധ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് റോഹിംഗ്യ മുസ്ലിങ്ങളെ സൈന്യവും പോലീസും ചേർന്ന് അടിച്ചോടിക്കുകയാണെന്നും നിരവധി പേർ തടവിൽ കഴിയുകയാണെന്നും ആംനസ്റ്റി ചൂണ്ടിക്കാട്ടുന്നു. മ്യാൻമറിൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വരണമെന്ന് ഈജിപ്തിലെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി നേതാവ് ഷഹദ് അൽ ബർസി ആവശ്യപ്പെട്ടു. മുസ്ലിം വംശഹത്യക്കെതിരെ ശബ്ദിക്കാൻ മ്യാൻമറിൽ ഒറ്റ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മ്യാൻമറിലെ പീഡിത ജനങ്ങൾക്കൊപ്പം നിൽക്കാനും അവർക്ക് സഹായമേകാനും ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും രംഗത്തു വരണമെന്നും ബൻസി ആഹ്വാനം ചെയ്തു. മെക്സിക്കോയിൽ ബസ് പാലത്തിൽ നിന്നും മറിഞ്ഞ് 24 പേർ മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു. ബസ്സിൽ 50ഓളം യാത്രക്കാരുണ്ടായിരുന്നു. തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിൽ നിന്നും 700 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. തൃശൂർ ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസിൽ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. ഈറോഡ് സ്വദേശി മഹേഷിനെയാണ് RPF അറസ്റ്റ് ചെയ്തത്. യാത്രക്കാരിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ചെന്നൈയിൽ മലയാളി നഴ്സിനെ പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയായ ഒരു മലയാളി ഡോക്ടർ അറസ്റ്റിലായി. മറ്റൊരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. പെൺകുട്ടി പരാതി നൽകിയിട്ടും ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. നഴ്സിംഗ് പരിശീലനത്തിന് കൊണ്ടുപോയാണ് ഇടുക്കിയിൽ നിന്നുള്ള നഴ്സിനെ പീഡിപ്പിച്ചത്. എറണാകുളം സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. പ്രത്യേക അന്വേഷണ സംഘം നഗരത്തിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇയാളെ അമ്പത്തൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റൊരു പ്രതിയായ ഡോക്ടർ അജിൽ കുമാറിനെ തേടി പോലീസ് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോയി. കഴിഞ്ഞ 8-നാണ് ഇടുക്കി സ്വദേശിനിയായ പെൺകുട്ടിയെ ആയുർവേദ നഴ്സിംഗ് പരിശീലനത്തിനായി ചെന്നൈയിലെത്തിച്ചത്. ഇരുവരും ചേർന്ന് പീഡിപ്പിച്ചത്. തിരുച്ചിറപ്പള്ളിയിലെ ശ്രീജിത്തിന്റെ ക്ലിനിക്കിൽ പരിശീലനത്തിനെത്തിയ നിർധന കുടുംബത്തിൽപ്പെട്ട ഇടുക്കി സ്വദേശിയായ പെൺകുട്ടിയെ അജിൽ കുമാറിന്റെ ചെന്നൈയിലെ ക്ലിനിക്കിലേക്ക് സ്ഥലം മാറ്റി സാഹചര്യങ്ങൾ അനുകൂലമാക്കിയ ശേഷമായിരുന്നു ഇരുവരും ചേർന്ന് പീഡിപ്പിച്ചത്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഇരുവരും ഭീഷണിപ്പെടുത്തിയതായി പെൺകുട്ടിയുടെ അഭിഭാഷകൻ ശ്രീധർ പറഞ്ഞു. പീഡനത്തെക്കുറിച്ച് പെൺകുട്ടി നൽകിയ പരാതിയിൽ ദിവസങ്ങളോളം ലോക്കൽ പോലീസ് നടപടിയെടുത്തില്ല. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് തിരച്ചിൽ തുടങ്ങിയത്. പെൺകുട്ടിയെ പ്രതികൾക്ക് എത്തിച്ചു നൽകിയ മലയാളി ഏജന്റിനെ കണ്ടെത്താനും പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമത്തിന് ശിക്ഷ കൂടുതൽ കടുത്തതാകുന്നു. മാനഭംഗത്തിന് ജീവപര്യന്തം തടവു ശിക്ഷ നൽകാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം ഭേദഗതി ചെയ്യും. ബലാത്സംഗം എന്ന വാക്കിന് പകരം ലൈംഗികാക്രമണം എന്ന പദം ഉപയോഗിക്കും. ആസിഡ് ആക്രമണ കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കാൻ IPCയിൽ പുതിയ വകുപ്പും ഉൾപ്പെടുത്തും. ഇതിനുള്ള ക്രിമിനൽ നിയമ ഭേദഗതി ബിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ലൈംഗികാക്രമണങ്ങൾക്കും അതിക്രമങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കർശന ശിക്ഷ ഉറപ്പാക്കാനുദ്ദേശിച്ചാണ് ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്യുന്നത്. ലോ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും നൽകിയ ശുപാർശകളുടെയും വനിതാ ശിശുക്ഷേമ നിയമ മന്ത്രാലയങ്ങളും നൽകിയ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭേദഗതി ബിൽ തയ്യാറാക്കിയത്. ബിൽ പാസ്സാകുന്നതോടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 375 മുതൽ 376D വരെയുള്ള 6 വകുപ്പുകൾ 4ആയി ചുരുങ്ങും. IPCയിൽ റേപ്പ് അഥവാ ബലാത്സംഗം എന്ന വാക്കിനു പകരം സെക്ഷൽ അസോൾട്ട് അഥവാ ലൈംഗികാക്രമണം എന്ന വാക്ക് ഉൾപ്പെടുത്തും. ലൈംഗികാക്രമണത്തിന് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവാണ് ശിക്ഷ. പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റു പൊതുപ്രവർത്തകരോ പദവിയുടെ ബലത്തിൽ ലൈംഗിക ചൂഷണം നടത്തിയാൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെയായി ഉയരും. 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷാർഹമാകും. നേരത്തെ ഈ പ്രായപരിധി 16 വയസ്സായിരുന്നു. എന്നാൽ 16നും 18നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടി സ്വയം ഭാര്യയാണെങ്കിൽ ലൈംഗികാക്രമണമായി കണക്കാക്കില്ല. ആസിഡ് ആക്രമണം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകാനുള്ള വകുപ്പുകൾ IPCയിൽ ഉൾപ്പെടുത്താനും ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥയുണ്ട്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 23-ാം പ്രതി കോക്കന്നൂർ പള്ളൂരിലെ ഷിനോജിനെ തെളിവെടുപ്പിന്റെ ഭാഗമായി ചൊക്ലിയിലും പരിസരത്തും കൊണ്ടുവന്നു. ടി.പിയെ വെട്ടിക്കൊലപ്പെടുത്താൻ അക്രമികൾ സഞ്ചരിച്ച ഇന്നോവ കാറിൽ ഷിനോജും ഉണ്ടായിരുന്നു. ആയുധങ്ങൾ ഒളിപ്പിച്ച സർവീസ് സ്റ്റേഷനു സമീപത്താണ് തെളിവെടുപ്പ് നടത്തിയത്. തലശ്ശേരി ഡിവൈഎസ്പി എ.പി. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ കൊണ്ടുവന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇന്ന് രാവിലെ കേന്ദ്ര കമ്മിറ്റി ആരംഭിച്ചപ്പോൾ കേരളത്തിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ച് നടത്തിയ റിപ്പോർട്ടിംഗിലാണ് കാരാട്ട് ഇക്കാര്യം പറഞ്ഞത്. ഇതേക്കുറിച്ച് വിശദമായ ചർച്ച ഇന്നും നാളെയും തുടരും. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ശേഷം PB യോഗം ചേർന്നായിരിക്കും VS-നെതിരെയുള്ള നടപടിയും സംഘടനാ തലത്തിലെ തിരുത്തലുകളും തീരുമാനിക്കുക. അച്ചടക്ക നടപടിയെടുത്താൽ വകവെക്കില്ലെന്ന് VS-ന്റെ പ്രസ്താവനയും ചർച്ചയ്ക്ക് വരും. ഇന്ന് രാവിലെ കർണാടകയിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുകയായിരുന്ന 9,000 പാക്കറ്റ് ഹാൻസ് കിളിയന്തിര ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. മിഠായി പാക്കറ്റുകൾക്കൊപ്പം 6 വലിയ പെട്ടികളിലായാണ് ഹാൻസ് കടത്തിയത്. ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം അമരുള്ളം മനസ്സുള്ളിൽ ഉറപ്പിക്കാൻ മൃദു. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. വിശുദ്ധ റമദാനിലെ ആദ്യ ജുമാ നിസ്കാരത്തിന് മക്ക മസ്ജിദുൽ ഹറമിലും മദീന മസ്ജിദുൻ നബവിയിലും തീർത്ഥാടക ലക്ഷങ്ങൾ പങ്കെടുത്തു. ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്നലെ നടന്ന ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്തതായാണ് കണക്ക്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഉംറ തീർത്ഥാടകരും ആഭ്യന്തര തീർത്ഥാടകരും ഒത്തുകൂടിയതോടെ ജുമയ്ക്ക് മണിക്കൂറുകൾ മുമ്പേ ഹറമും പരിസരവും നിറഞ്ഞു കവിഞ്ഞിരുന്നു. റമദാൻ മാസപ്പിറവി കണ്ട പ്രഖ്യാപനം വന്നതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ മക്കയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹമായിരുന്നു. ജിദ്ദ, ത്വായിഫ്, മക്കയുടെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ മക്കയിലെത്തിയത്. റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളിലെ വർദ്ധിച്ച തിരക്ക് മുൻകൂട്ടി കണ്ട് നേരത്തെ ഉംറ നിർവഹിക്കാനെത്തിയവരാണ് ആഭ്യന്തര തീർത്ഥാടകരിൽ അധികവും. റമദാനിന്റെ ആദ്യ ദിവസം തന്നെ ഉംറ നിർവഹിക്കാനും ഹറമിലെ ജുമാ നിസ്കാരത്തിലും ഇഫ്താറിലും തറാവീഹിലും പങ്കെടുക്കാനും കഴിഞ്ഞ ആത്മനിർവൃതിയോടെയാണ് മക്കയിൽ നിന്നവർ മടങ്ങിയത്. ജുമാ ഖുതുബക്കും നിസ്കാരത്തിനും ഷേഖ് സ്വാലിഹ് അൽ ത്വാലിബ് നേതൃത്വം നൽകി. അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും വസന്തമായ വിശുദ്ധ റമദാനെ പാപങ്ങളിൽ നിന്നകന്ന് നിഷ്കളങ്ക കർമ്മങ്ങളും ആരാധനകളുമായി വരവേൽക്കണമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. സ്വർഗ കവാടങ്ങൾ തുറക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്ന മാസമാണിത്. അടിമത്തത്തിനും ദേഹേച്ഛകൾക്കുമെതിരായ സംസ്കരണമാണ് നോമ്പെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മദീനയിലെ മസ്ജിദ് നബവിയിൽ നടന്ന ജുമാ നിസ്കാരത്തിനും ഖുതുബക്കും ഷേഖ് ഹുസൈൻ ബിൻ അബ്ദുൽ അസീസ് ആലോ ഷേഖ് നേതൃത്വം നൽകി. നന്മയിലേക്കും ദൈവിക അനുസരണത്തിലേക്കും ദ്രുതഗമനം ചെയ്യാൻ റമദാൻ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഈ പുണ്യമാസത്തിൽ വിജയം വരിക്കാനാവൂ എന്ന് ഇമാം വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. വിദേശികളും സ്വദേശികളും സന്ദർശകരുമടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് റമദാനിലെ ആദ്യ ജുമാ നിസ്കാരത്തിന് മദീന മസ്ജിദ് നബവിയിൽ പങ്കെടുത്തത്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്നലെ
പ്രവാസ ലോകത്തെ ആരാധനാലയങ്ങൾ പലതും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. കാരുണ്യത്തിന്റെ 10 ദിവസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റമളാനിന്റെ ആദ്യഘട്ടത്തിൽ കടന്നുവരുന്ന ജുമുഅയിൽ സർവശക്തന്റെ കരുണാകടാക്ഷത്തിനായി വിശ്വാസികൾ വ്രതമെടുത്ത് വരണ്ട ചുണ്ടുകളും വിശന്നൊട്ടിയ വയറുമായി നിറക്കണ്ണുകളോടെ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചു. ഖുർആന്റെ മാസമായി അറിയപ്പെടുന്ന റമളാനിൽ പ്രപഞ്ചനാഥന്റെ വചനമായ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നുവരാനും സത്യത്തിന്റെ അറിവുകൾ കൊണ്ട് മിഥ്യധാരണകളെയും അജ്ഞതയെയും തുടച്ചു നീക്കാനും ഇമാമുകൾ ആഹ്വാനം ചെയ്തു. പള്ളികളിൽ സ്ഥലം ലഭിക്കാത്തതിനാൽ കത്തിക്കാളുന്ന വേനൽ ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിമുറ്റത്തും മറ്റും നിരന്നാണ് ജുമ നിസ്കാരം നിർവഹിച്ചത്. ചിലയിടങ്ങളിൽ നിസ്കാരത്തിന്റെ നിരകൾ പള്ളിക്ക് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലേക്കും റോഡിലേക്കും നീണ്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചാരിറ്റി സംഘടനകളുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ച ടെൻഡറുകളിൽ നടന്ന സമൂഹ നോമ്പുതുറകളിൽ ആദ്യ ദിവസം തന്നെ ആയിരക്കണക്കിന് പ്രവാസികൾ പങ്കെടുത്തു. അമേരിക്കയിലെ സിനിമാ തിയേറ്ററിലുണ്ടായ വെടിവെപ്പിൽ 10-ലേറെ പേർ കൊല്ലപ്പെട്ടു, 50-ലേറെ പേർക്ക് പരിക്കേറ്റു. ബാറ്റ്മാൻ സിനിമാ പരമ്പരയിലെ പുതിയ സിനിമ ദ ഡാർക്ക് നൈറ്റ് റൈസസിന്റെ ആദ്യ പ്രദർശനത്തിനിടെ യുഎസിലെ തിയേറ്ററിൽ മുഖംമൂടി ധരിച്ച യുവാവ് നടത്തിയ വെടിവെപ്പിലാണ് 10-ലേറെ പേർ കൊല്ലപ്പെട്ടത്. കൊളറാഡോ സംസ്ഥാനത്തെ ഡെൻവറിന് സമീപത്തെ അറോറ തിയേറ്ററിലാണ് അമേരിക്കയെ ഞെട്ടിച്ച കൂട്ടക്കൊലയുണ്ടായത്. 50ഓളം പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. വെടിവെച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24-കാരനായ അറോറ സ്വദേശിയായ ജെയിംസ് ഹോംസാണ് ആക്രമണം നടത്തിയതെന്ന് FBI വക്താവ് അറിയിച്ചു. കൊലക്ക് തീവ്രവാദ ബന്ധമില്ലെന്നും FBI വക്താവ് വ്യക്തമാക്കി. അതേസമയം സിനിമയിലെ ദൃശ്യങ്ങളാണ് പ്രതിയെ കൊലക്ക് പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. റിലീസിംഗ് ദിനത്തിൽ രാവിലെ ആദ്യ ഷോ നടക്കുമ്പോഴാണ് കൂട്ടക്കൊല. സിനിമയിൽ വെടിവെപ്പ് നടക്കുന്ന സമയത്തു തന്നെയായതിനാൽ യഥാർത്ഥ വെടിവെപ്പാണിതെന്ന് ആദ്യം മനസ്സിലായില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പടം തുടങ്ങി 20 മിനിറ്റായിരുന്നു. മുഖംമൂടിയും ബുള്ളറ്റ് പ്രൂഫും ധരിച്ചിരുന്ന അക്രമി തിയേറ്ററിനു മുൻഭാഗത്തേക്ക് നടന്ന് ആദ്യം കണ്ണീർവാതക ഷെൽ പൊട്ടിച്ചു. പുകയുയരുമ്പോൾ ഇയാൾ വിവേചനരഹിതമായി നിറയുതിർക്കുകയായിരുന്നു. 2 മിനിറ്റിനുള്ളിൽ 30 റൗണ്ടിലേറെ വെടിപൊട്ടിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 10 പേർ തൽക്ഷണം മരിച്ചു. 2 പേർ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 6 കുട്ടികളും ഉണ്ട്. ആക്രമണത്തിനു ശേഷം തിയേറ്ററിലെ കാർ പാർക്കിങ്ങിനരികിൽ നിൽക്കവെയാണ് ജെയിംസ് ഹോംസിനെ പോലീസ് പിടികൂടിയത്. ഒരു റൈഫിളും കൈത്തോക്കും കത്തിയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. മറ്റൊരു തോക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടെടുത്തു. തന്റെ പക്കൽ സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് ജെയിംസ് പറഞ്ഞതനുസരിച്ച് ഇയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് പോലീസ് പൂർണ്ണമായും ഒഴിപ്പിച്ചു. പ്രതി മിടുക്കനായ ശാസ്ത്ര വിദ്യാർത്ഥിയാണെന്ന് അയൽവാസികൾ പറയുന്നു. ഡെൽവർ ജെയിംസ് ഈഗനെക്കുറിച്ച് അയൽവാസികൾക്ക് നല്ലതേ പറയാനുള്ളൂ. വൃത്തിയിൽ മുടിവെട്ടിയ മിതഭാഷിയും മിടുക്കനുമായ വിദ്യാർത്ഥി. ഹൈസ്കൂൾ കാലത്ത് എടുത്ത ജെയിംസിന്റെ ഫോട്ടോ കണ്ടാൽ ഇത് ശരിയാണെന്ന് ആരും പറയുമെന്ന് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. നേഴ്സ് ആർലീനയുടെയും സോഫ്റ്റ്വെയർ കമ്പനി മാനേജർ റോബർട്ടിന്റെയും മകൻ കോളേജിലെ മിടുക്കനായ ശാസ്ത്ര പ്രതിഭയായിരുന്നു. എന്തിനായിരുന്നു മുഖംമൂടി ധരിച്ച് ഈ 24-കാരൻ തിയേറ്ററിൽ വെടിവെപ്പ് നടത്തിയതെന്ന് ഇപ്പോഴും ദുരൂഹതയായി തുടരുന്നു. 12 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്ന ഈ പ്രായത്തിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള ഇടങ്ങളിലൊന്നും ജെയിംസിനെ തിരഞ്ഞാൽ കിട്ടില്ല. നാണം കുണിയും ഏകാഗിയുമായിരുന്നു അവൻ. ജെയിംസിന്റെ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങിയ അയൽവാസിയായ സാൻ ഡീഗോ പറയുന്നു. പതിവായി പള്ളിയിൽ പോകുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു അവൻ. ഡെൻവറിലെ കൊളറാഡോ സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം ന്യൂറോ സയൻസിൽ PhDക്ക് എൻറോൾ ചെയ്തിരുന്നു. പിന്നീട് പഠനം ഉപേക്ഷിക്കുകയും ചെയ്തു. അക്കാദമികമായി ഉന്നത കഴിവുകൾ ഉള്ളയാളാണ് ജെയിംസ് എന്ന് സർവകലാശാല വൈസ് ചാൻസലർ തിമോത്തി P. വൈറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. സംഘടനാ വാർത്തകൾ. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ SYS സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിനിന് തുടക്കമായി. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം SYS സംസ്ഥാന സെക്രട്ടറി CP സെയ്തലവി മാസ്റ്റർ നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മുന്നൊരുക്കം, റമളാൻ കിറ്റ് വിതരണം, സ്ത്രീകൾക്കായി കുടുംബസഭ, പുരുഷന്മാർക്ക് മോറൽ ക്ലാസുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ലഘുലേഖ വിതരണം, സമൂഹ നോമ്പുതുറ, സിയാറത്ത്, റമളാൻ ക്വിസ്, ബദർ സ്മരണ, ഈദ് സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 റിലീഫ് ഡേ ആയി ആചരിക്കും.
ഇതിന്റെ ഭാഗമായി SYS സ്വാന്തന നിധിയിലേക്ക് പള്ളികളും കവലകളും കേന്ദ്രീകരിച്ച് വ്യാപക കളക്ഷൻ നടത്തും. അനുബന്ധമായി പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് അവശ്യ സാധനങ്ങളടങ്ങിയ റമളാൻ കിറ്റുകൾ വിതരണം ചെയ്യും. ഇത്തരത്തിൽ 1,00,000 കിറ്റുകളാണ് ഈ വർഷം വിതരണം ചെയ്യാൻ ജില്ലാ സ്വാന്തന സമിതി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റമളാൻ പ്രഭാഷണങ്ങൾ ഈ വർഷം 3 കേന്ദ്രങ്ങളിൽ നടക്കും. മലപ്പുറം, തിരൂർ, എടപ്പാൾ എന്നിവിടങ്ങളിലാണ് ഈ വർഷം പ്രഭാഷണങ്ങൾ നടക്കുക. പ്രമുഖ ഖുർആൻ പ്രഭാഷകരാണ് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത്. മലപ്പുറം വാദി സലാമിൽ നടന്ന പരിപാടിയിൽ പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, PKM സഖാഫി ഇരിങ്ങല്ലൂർ, PM മുസ്തഫ മാസ്റ്റർ കോഡൂർ, PA മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. നന്മയുടെ വിരുന്നൊരുക്കി റമളാൻ മുന്നൊരുക്കം സമാപിച്ചു. പുത്തികെ SSF അങ്ങടിമുഗർ സെക്ടർ സംഘടിപ്പിച്ച കൗൺസിലും റമളാൻ മുന്നൊരുക്കവും നന്മയുടെ വസന്തം പടർത്തി സമാപിച്ചു. ചള്ളങ്കയം അടുക്കം മസ്ജിദിൽ നടന്ന സംഗമം 40ാം വാർഷിക പദ്ധതി അവതരണം, റമളാൻ റിലീഫ്, ഇഫ്താർ മീറ്റ് തുടങ്ങിയവ ചർച്ച ചെയ്തു. സാഹിത്യോത്സവ്, റിസാല, സുന്നി ബാലസംഘം, തഹ്രീക്ക്, ജാലകം, നിശ ക്യാമ്പ് തുടങ്ങിയ അവലോകനവും ചെയ്തു. വിവിധ സെഷനുകൾക്ക് ഹമീദ് സഖാഫി, KM കുളത്തൂർ, മൻസൂർ കട്ടത്തടുക്ക, ഹൈദരലി മിസ്ബാഹി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി ദുബൈയിൽ RSC ഹോർ അൽ അൻസ് യൂണിറ്റ് മജ്ലിസു തസ്കിയ സംഘടിപ്പിച്ചു. നോമ്പിലൂടെ കിട്ടുന്ന ആത്മീയ ചൈതന്യം ജീവിതത്തിൽ പകർത്തണമെന്നും ചുറ്റുപാടുമുള്ള പ്രലോഭനങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കണമെന്നും പ്രഭാഷകൻ മുഹമ്മദ് റഫീഖ് സഖാഫി ഉത്ബോധിപ്പിച്ചു. തുടർന്ന് നടന്ന ബുർദ മജ്ലിസ്, ഇഫ്താർ തുടങ്ങിയവക്ക് ഷെരീഫ് സഖാഫി, ഇബ്രാഹിം വേങ്ങര, മുനീർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാസർ കോടാമ്പുഴ, അക്ബർ എടപ്പാൾ, മൻസൂർ ചേരാപുരം, ജാഫർ സാദിഖ് കൊപ്പം എന്നിവർ സംബന്ധിച്ചു. മർക്കസിൽ സമൂഹ നോമ്പുതുറക്ക് ഇന്ന് തുടക്കം. മർക്കസ് കാരുണ്യതീരം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കാരന്തൂർ മർക്കസിൽ 1000 പേർക്ക് സമൂഹ നോമ്പുതുറ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കും. റമളാനിലെ 30 ദിവസങ്ങളിലും നടക്കുന്ന സമൂഹ നോമ്പുതുറക്ക് പ്രമുഖർ നേതൃത്വം നൽകും. മർക്കസ് റമളാൻ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനവും ശേഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് നിർവഹിക്കും. രാവിലെ 10 മണിക്ക് വനിതാ ക്ലാസ് C മുഹമ്മദ് ഫൈലി ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഈ മാസം 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന റമളാൻ പ്രഭാഷണ പരിപാടികൾക്ക് സംഘാടക സമിതി രൂപവൽക്കരിച്ചു. ഭാരവാഹികളായി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് ഹുസൈൻ അഹമ്മദ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, അബ്ദുഹാജി വേങ്ങര രക്ഷാധികാരികളായി സംഘാടക സമിതി രൂപവൽക്കരിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് PKM സഖാഫി ഉദ്ഘാടനം ചെയ്തു. പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി അധ്യക്ഷത വഹിച്ചു. PM മുസ്തഫ മാസ്റ്റർ, P സുബൈർ മാസ്റ്റർ, കരുവള്ളി അബ്ദുറഹീം തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണവിലയിൽ നേരിയ വർധന. സ്വർണവില പവന് 40 രൂപ വർദ്ധിച്ച് 21,880 രൂപയിലെത്തി. തങ്കത്തിന് 55 രൂപ വർദ്ധിച്ച് 29,750 വെള്ളി വിലയിൽ മാറ്റമില്ല. 52,400 രൂപയാണ് ഇന്നത്തെ വെള്ളിയുടെ വില. KMIC വാർത്തകൾ. KMICയിൽ റമളാനിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പ്രോഗ്രാം. ഇന്ന് മുതൽ ഇന്ത്യൻ സമയം 4:30 ഖുർആൻ പാരായണം പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കുന്ന സുവർണാവസരം. ഇന്ന് മുതൽ ഇന്ത്യൻ സമയം 4:30 ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫിയുടെ നേതൃത്വം നൽകുന്ന തജ്വീദ് ക്ലാസ് ആരംഭിക്കുന്നു. തുടർന്ന് ഇന്ത്യൻ സമയം 6 മണിക്ക് കർമ്മശാസ്ത്രപരമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഉസ്താദ് സഅദി കൊട്ടുകരയുടെ നേതൃത്വത്തിൽ ഫിഖ്ഹ് ക്ലാസ് നടക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ SYS റമളാൻ ക്യാമ്പയിനിന് തുടക്കമായി. UAE സർക്കാർ അതിഥിയായി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ UAEയിൽ. പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി എയർ ഇന്ത്യ ഡയറക്ടർ ബോർഡ് അംഗത്വം രാജിവെച്ചു.
മലബാറിൽ ഹോട്ടൽ റെയ്ഡുകൾ തുടരുന്നു. ഷൊർണൂരിൽ 3ഉം കാസർകോട്ട് 2ഉം ഹോട്ടലുകൾ അടപ്പിച്ചു. ഈ വർഷം 1.25 ലക്ഷം ഹാജിമാർക്ക് ഹജ്ജ് സബ്സിഡി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4 മണിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും KMIC ന്യൂസ് ടൈം എന്ന ബെയിലെക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMICnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.